ബി.ജെ.പി എന്ന് പറയുന്നത്, അല്ലെ ആർ.എസ്.എസ് എന്ന് പറയുന്നത് ആട്ടിൻ തോലിട്ട ചെന്നായിയാണ്. ഈ ബി.ജെ.പിയുടെയും ആർ.എസ്.എസിന്റെയും പ്രത്യയശാസ്ത്രം അത് നന്നായി അതിൽ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിൽ ഹിറ്റ്ലർ ചെയ്ത ന്യൂനപക്ഷ വേട്ട, അതിനേക്കാൾ ക്രൂരമായ വേട്ട നടത്തുന്ന മറ്റൊരു പ്രസ്ഥാനമാണ് ആർ.എസ്.എസ്. ഇതിന്റെ പ്രത്യയശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ കഴിയില്ല. കമ്മാടിക്കൂട്ടമാണ്, ഗുണ്ടാ സംഘമാണ്. അതിന് അധികാരം പിടിക്കുന്നതിന് വേണ്ടി ഇവര് പുതിയ പുതിയ രൂപങ്ങൾ അവതരിപ്പിക്കും, പുതിയ പുതിയ ഭാവങ്ങൾ അവതരിപ്പിക്കും. ഈ നാട്ടിലെ ക്രൈസ്തവരുടെ ഒക്കെ വീട്ടിൽ കൂടി കേക്കുമായി പോകും, ക്രിസ്തുമസ് കേക്കുമായി പോകും. അധികാരം പിടിക്കാൻ വേണ്ടി അവര് ഒ.ബി.സി സ്നേഹം പറയും, ന്യൂനപക്ഷ സ്നേഹം പറയും. അധികാരം പിടിക്കാൻ വേണ്ടി അടൽ ബിഹാരി വാജ്പേയിയെ പോലെ മിതഭാഷികളെ മുന്നിൽ നിർത്തും. അല്ലെങ്കിൽ ബാബറി മസ്ജിദ് ഇടിഞ്ഞു വീണപ്പോൾ എന്റെ ഹൃദയം തകരുകയാണ് എന്ന് കവിത എഴുതിയ അടൽ ബിഹാരി വാജ്പേയി ഒക്കെ അവർ മുന്നിൽ നിർത്തും. പക്ഷെ ലിബ്രഹാം കമ്മീഷൻ പറഞ്ഞത് ബാബറി മസ്ജിദ് പൊളിക്കുവാൻ അതിന് ഒത്താശ ചെയ്തു കൊടുക്കാൻ മുൻപന്തിയിൽ നിന്ന ആളാണ് അടൽ ബിഹാരി വാജ്പേയി. അവരുടെ കാപട്യം ചൂണ്ടിക്കാട്ടുവാൻ വേണ്ടി പറഞ്ഞത്. ഇപ്പോൾ അവർക്ക് അധികാരം കിട്ടിയിരിക്കുന്നു, സമഗ്രാധിപത്യത്തിലേക്ക് പോകുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ചവിട്ടി അരയ്ക്കുന്നു, ജനാധിപത്യ സംവിധാനങ്ങളെ മുഴുവൻ അട്ടിമറിക്കുന്നു. ഇപ്പോൾ ആർ.എസ്.എസിന്റെ 100ാം വാർഷികം പിന്നിടുമ്പോൾ ഇന്ത്യയുടെ മറ്റൊരു മുഖം നമ്മൾ കാണാൻ പോവുകയാണ്. ജനാധിപത്യത്തിന്റെ മറ്റൊരു മുഖം നമ്മൾ കാണാൻ പോവുകയാണ്. ഇനിയും ഈ രാജ്യത്ത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പുകൾ പോലും നടക്കുമോ എന്ന് ഭയപ്പെടേണ്ട ഒരു അവസ്ഥയിലേക്ക് ഇന്ന് കാര്യങ്ങൾ പോവുകയാണ്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 90-95% മുഴുവൻ സീറ്റുകളിലേക്കും ബി.ജെ.പി ജയിക്കുന്ന സാഹചര്യങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകുന്നു. പണം ഒഴുക്കിക്കൊണ്ട്, തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിച്ചുകൊണ്ട്. അപ്പോൾ അവരുടെ യഥാർത്ഥ മുഖം, നമ്മളൊക്കെ പതിറ്റാണ്ടുകൾ പോരാടിയത് എന്താണ് ബി.ജെ.പിയുടെ യഥാർത്ഥ മുഖമെന്ന് ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ വേണ്ടിയിട്ടാണ്. ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ മുമ്പിൽ തുറന്നു കാട്ടുവാൻ വേണ്ടിയാണ്. ഇപ്പോൾ നിങ്ങളോട് കാണിക്കുന്ന സ്നേഹം അത് കാപട്യമാണ്.